इका अस्सलाम वालेकुम। वालेकुम सलाम। काफल हाल या सदीकी? तमाम अल्हम्दुलिल्लाह कुल्ले हाय। How is business? Fine, good. Going on well. Yeah. ഞാനിപ്പോ ആരുടെ മുന്നിലായിരിക്കണെന്ന് അറിയാം? രത്നങ്ങൾ, ജംസ്, ഇന്റർനാഷണൽ മാർക്കറ്റിലുള്ള ബാങ്കോക്ക്, ഇറാൻ, അങ്ങനെ പല പല രാജ്യങ്ങളിൽ നിന്നും അതൊക്കെ ഇവിടെ ഇമ്പോർട്ട് ചെയ്തിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഇന്റർനാഷണൽ ജം സ്റ്റോൺ ഡീലർ. സായദ് മുസമ്മിൽ തങ്ങൾ. ഇന്ന് എനിക്കറിയേണ്ടത് രത്നങ്ങളെ കുറിച്ചാണ്, ജംസുകളെ കുറിച്ചാണ്. അല്ല, നമ്മ മാത്രല്ല, ഇതുപോലെ ബിസിനസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. കുറെ കാലങ്ങളായിട്ട് ജം ബിസിനസ് ചെയ്യുന്ന ആളുകളുണ്ട്. നമ്മ കുറച്ചും കൂടി വൈഡായിട്ട് വലിയ രീതിയിൽ ഇന്റർനാഷണൽ ചെയ്യണമെന്ന് മാത്രം. അല്ലെങ്കിലും ഈ ഇന്ത്യയിൽ നിന്ന് കിട്ടുന്ന ജംസ് വളരെ കുറവാണ്. എപ്പോഴും വിദേശ രാജ്യങ്ങളിൽ ഫസ്റ്റ് ക്വാളിറ്റി അല്ല. ഇപ്പൊ ഇന്ത്യയിൽ നിന്ന് ഫസ്റ്റ് ക്വാളിറ്റി ഇരുന്ന ഒരുപാട് എഗൈറ്റ് പോലുള്ള കല്ലുകൾ, അല്ലെങ്കിൽ ഗാർനെറ്റ്, ഗോമേതകം പോലുള്ള കല്ലുകളൊക്കെ എമറോൾഡ് ഒക്കെ കിട്ടുമെങ്കിൽ കൂടി ഇന്റർനാഷണൽ മാർക്കറ്റിന് അത്ര ക്വാളിറ്റിയുള്ള എമറോൾഡ് ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് കിട്ടില്ല. ഇന്ത്യയിൽ മൈൻ ചെയ്ത് കിട്ടണില്ല. അതിനെ കുറെ ഓരോ രാജ്യങ്ങളുണ്ട്. ഓപ്പലാണെങ്കിൽ ഓസ്ട്രേലിയ, സഫയർ ആണെങ്കിൽ ശ്രീലങ്ക. പണ്ട് പറയില്ലേ പേർഷ്യൻ രാജ്യങ്ങളിൽ കിട്ടുന്ന ദാറുൽ നജാഫ്, ഫൈറൂസ്, ഹക്കീക്ക്, പിന്നെ അതുപോലെ തന്നെ അത് ഈ ഹാർഡ്നെസ് കുറഞ്ഞ കല്ലുകളുണ്ട്, പ്രീഷ്യസ് അല്ലാത്ത കല്ലുകൾ. ഈ സ്റ്റോണുകളുടെ പേര് എനിക്ക് പോലും ഡൈജസ്റ്റ് ആവുന്നില്ല. ഇത്രയ്ക്കധികം വൈഡ് ആയിട്ടുള്ള സ്റ്റോണുകൾ ഉണ്ടല്ലേ. ഇത് നമ്മളിപ്പോ കേൾക്കുന്നത് ഇന്ദ്രനീലം, മരതകം, ലൈക്ക് ദാറ്റ്. അല്ല, രത്നങ്ങൾക്ക് ചരിത്രത്തിൽ വലിയൊരു പ്രാധാന്യമുള്ള മേഖലയാണ് രത്ന. എപ്പോഴും പറയുന്നത് പോലെ സാധാരണക്കാരായ നമ്മളെ പോലെയുള്ള ആൾക്കാരുടെ ഇടയിൽ എത്തൽ തുടങ്ങിയിട്ട് 200-300 കൊല്ലമായിട്ടുള്ളൂ. അതുപോലെ ഒരു റോയൽറ്റിയുടെ ഭാഗമായിട്ട് അങ്ങനെയൊന്നുമില്ല. അങ്ങനെ റിച്ച് ക്ലാസ് അങ്ങനെ ഒന്നുമില്ല. റിച്ച് അത് നമ്മ ഇപ്പൊ എല്ലാ മേഖലയിലും ഉണ്ടല്ലോ, ഇപ്പൊ കുറഞ്ഞത് മുതൽ കൂടിയത് വരെയുള്ളത്.